Chapter 10 Comparative Development Experience of India and its Neighbors. Nations have been primarily trying to adopt various means which will strengthen their own domestic economies. To this effect, they are forming regional and global economic groupings such as the SAARC, European Union, Asian, G8, G20, BRICS. Nations have been primarily trying to adopt various means which will strengthen their domestic economies. Domestic economies ശക്തി പ്രാപിക്കാൻ വേണ്ടി അവരുടെ പ്രവർത്തനങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള മെഷേഴ്സ്, പലതരത്തിലുള്ള മാർഗങ്ങൾ രാജ്യങ്ങൾ സ്വീകരിക്കുന്നു. ഇതിനു വേണ്ടിയിട്ട് ഫോം ചെയ്ത ചില ഗ്ലോബൽ ഇക്കണോമിക് ഗ്രൂപ്പിംഗ്സ് ഉണ്ട്. അതാണ് സാർക്ക്, യൂറോപ്യൻ യൂണിയൻ. സാർക്ക് എന്ന് പറഞ്ഞാൽ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ. ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് 8 countries ഓഫ് സൗത്ത് ഏഷ്യ. ദേ ആർ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാൽദീവ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ ആൻഡ് ശ്രീലങ്ക. അപ്പോൾ സാർക്ക് എന്ന് പറയുന്നത് ഒരു 8 രാജ്യങ്ങളുടെ ഒരു അസോസിയേഷനാണ്. സൗത്ത് ഏഷ്യയിലുള്ള 8 രാജ്യങ്ങളുടെ ഒരു അസോസിയേഷനാണ്. അപ്പോൾ ഈ രാജ്യങ്ങളിൽ ഈ ഒരു സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാൽദീവ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ ആൻഡ് ശ്രീലങ്ക. ശരിക്കും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ് സാർക്കിലെ അംഗങ്ങൾ. ഇനി G8 എന്ന് പറയുന്ന സംഘടന, ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് 8 countries ദാറ്റ് കൺസിസ്റ്റ് ഓഫ് കാനഡ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, അയർലൻഡ്, USA ആൻഡ് റഷ്യ. G8 കൺട്രീസിൽ ഏഷ്യ എന്നുള്ള രാജ്യങ്ങൾ മാത്രമല്ല, പക്ഷേ അമേരിക്കൻ കോണ്ടിനെൻറ്റിൽ നിന്നും യൂറോപ്യൻ കോണ്ടിനെൻറ്റിൽ നിന്നും എല്ലാം രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ കാനഡ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, അയർലൻഡ്, USA ആൻഡ് റഷ്യ. ഇനി ബ്രിക് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് 4 countries. ദ കൺട്രീസ് ആർ ബ്രസീൽ, റഷ്യ, ഇന്ത്യ ആൻഡ് ചൈന. ബ്രിക് എന്ന് പറയുന്ന അസോസിയേഷനിൽ ആകെ 4 രാജ്യങ്ങളാണ് ഉള്ളൂ. ബ്രസീൽ, B, R, റഷ്യ, I, ഇന്ത്യ, C, ചൈന. ഇനി G20 എന്ന് പറയുന്നത് ഒരു മാക്രോ ഫിനാൻഷ്യൽ ഇഷ്യൂ സോൾവ് ചെയ്യാനുള്ള ഒരു അസോസിയേഷനാണ്. അതിൻ്റെ അകത്ത് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ്, എല്ലാ കോണ്ടിനെൻസിൽ നിന്നും അല്ല ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഈ അസോസിയേഷനിലെ അംഗങ്ങളാണ്. ഇനി ഡെവലപ്മെൻറ്റ് പാത്ത്, ഇന്ത്യ, ചൈന ആൻഡ് പാകിസ്ഥാൻ. ഇത് 3 അയൽ രാജ്യങ്ങളാണ്. നമുക്കറിയാം സ്വാതന്ത്ര്യത്തിന് മുമ്പ്, അതായത് 47-ലാണ് ഇന്ത്യ, പാകിസ്ഥാൻ, ഇന്ത്യ എന്ന 2 രാജ്യങ്ങളായിട്ട് മാറിയത്. അതിന് മുമ്പ് ഒറ്റ രാജ്യമായിട്ട് കിടന്നിരുന്നതാണ്. അപ്പോൾ ഈ all the 3 nations, India, Pakistan and China have started towards a development path at the same time. ഈ 3 രാജ്യങ്ങളും വികസന പാത ഏതാണ്ട് ഒരേ സമയത്താണ് തുടങ്ങിയത്. ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ബിക്കം ഇൻഡിപെൻഡൻറ്റ് നേഷൻസ് ഇൻ 1947. ഇന്ത്യയും പാകിസ്ഥാനും സ്വാതന്ത്ര്യം നേടിയത് 1947-ലാണ്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1947. ചൈന പീപ്പിൾസ് റിപ്പബ്ലിക് സ്ഥാപിച്ചത് 1949-ലാണ്. ദ 3 countries have started their planning strategies in similar ways. ഈ 3 രാജ്യങ്ങളും പ്ലാനിങ് സ്ട്രാറ്റജീസ് ഏതാണ്ട് ഒരേപോലെയാണ് തുടങ്ങിയത്. ഇന്ത്യ അനൗൺസ്ഡ് ഇറ്റ്സ് 5-year plan ഫോർ 51 to 56. ഇന്ത്യ 5-year പ്ലാൻ തുടങ്ങിയത് 1951-ലാണ്. അപ്പോൾ ആദ്യത്തെ 5-year പ്ലാൻ്റെ കാലാവധി 1951 തൊട്ട് 56 വരെയായിരുന്നു. പാകിസ്ഥാൻ അനൗൺസ്ഡ് ഇറ്റ്സ് 5-year പ്ലാൻ, നൗ കോൾഡ് ദ മീഡിയം ടേം ഡെവലപ്മെൻറ്റൽ പ്ലാൻ ഇൻ 1956. അപ്പോൾ പാകിസ്ഥാൻ 5-year പ്ലാൻ, ഇറ്റ്സ് ഫസ്റ്റ് 5-year പ്ലാൻ അനൗൺസ് ചെയ്തത് 1956-ലാണ്. നൗ കോൾഡ് ദ മീഡിയം ടേം ഡെവലപ്മെൻറ്റൽ പ്ലാൻ. ചൈന അനൗൺസ്ഡ് ഇറ്റ്സ് ഫസ്റ്റ് 5-year പ്ലാൻ ഇൻ 1953. അപ്പോൾ
51 ഇന്ത്യ തുടങ്ങി, പാകിസ്ഥാനിൽ 56 തുടങ്ങി, ചൈനയിൽ 53 തുടങ്ങി. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അഡോപ്റ്റഡ് സിമിലർ സ്ട്രാറ്റജീസ് സച്ച് എസ് ക്രിയേറ്റിംഗ് എ ലാർജ് പബ്ലിക് സെക്ടർ ആൻഡ് റേസിംഗ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓൺ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഇന്ത്യയും പാകിസ്ഥാനും ഏതാണ്ട് ഒരേപോലത്തെ സ്ട്രാറ്റജിയാണ് അഡോപ്റ്റ് ചെയ്തത്. ഒരു പബ്ലിക് സെക്ടർ വിപുലീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആൻഡ് റേസിംഗ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, സാമൂഹ്യ വികസനത്തിന് വേണ്ടി സാമൂഹ്യ ചെലവുകൾ, പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് അഡോപ്റ്റ് ചെയ്തത്. ഓൾ ദ 3 countries ഹാഡ് എ സിമിലർ ഗ്രോത്ത് റേറ്റ് ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം ടിൽ 1980s. ഈ 3 രാജ്യങ്ങളുടെയും ഗ്രോത്ത് റേറ്റും പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ 1980 വരെ ഏതാണ്ട് സെയിം ആയിരുന്നു. Next is China. After the establishment of People's Republic of China under one-party rule, all critical sectors of the economy, enterprises and land owned and operated by individuals were brought under the government control. അപ്പോൾ പീപ്പിൾസ് റിപ്പബ്ലിക് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ഈ ചൈനയിൽ 1 party റൂളാണ്. ഓൾ ക്രിട്ടിക്കൽ സെക്ടേഴ്സ്, പ്രധാനപ്പെട്ട എല്ലാ സെക്ടേഴ്സും എൻ്റർപ്രൈസും ഭൂമിയും എല്ലാം ഓപ്പറേറ്റഡ് ബൈ ദി ഇൻഡിവിജ്വൽസ് ഫോർ ബ്രോട്ട് അണ്ടർ ദി ഗവൺമെൻറ്, അതെല്ലാം ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവന്നു. ദ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് ക്യാമ്പയിൻ ഇനിഷ്യേറ്റഡ് ഇൻ 1958 aimed at industrialization of the country. People were encouraged to set up industries in their backyards. ഇപ്പോൾ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന് പറയുന്ന ക്യാമ്പയിൻ 1958 ലക്ഷ്യം വെച്ചത് രാജ്യത്തെ ഇൻഡസ്ട്രിയലൈസേഷനാണ്, വ്യവസായവൽക്കരണം. പീപ്പിൾ വർ എൻകറേജ് ടു സെറ്റപ്പ് ഇൻഡസ്ട്രീസ് ഇൻ ബാക്ക്, അവരുടെ ഓരോരുത്തരുടെയും വീടുമുറ്റത്ത് ഓരോ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്തു. ഇൻ റൂറൽ ഏരിയാസ് കമ്മ്യൂൺസ് വർ സ്റ്റാർട്ടഡ്. ഗ്രാമപ്രദേശങ്ങളിലെ കമ്മ്യൂൺസ് സ്റ്റാർട്ട് ചെയ്തു. അണ്ടർ ദി കമ്മ്യൂൺ സിസ്റ്റം പീപ്പിൾ കളക്റ്റീവ്ലി കൾട്ടിവേറ്റഡ് ലാൻഡ്. കമ്മ്യൂൺ സിസ്റ്റത്തിൽ ഓരോരുത്തരല്ല കൃഷി ചെയ്യണ, എല്ലാവരും കൂടി ഒരുമിച്ച് ഭൂമിയിൽ കൃഷി ചെയ്യുക. അപ്പോൾ ഒത്തിരി സ്ഥലത്ത് ഒരുമിച്ച് കൃഷി ചെയ്യുമ്പോൾ അത്രയും പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് സാധിക്കും. In 1965, Mao introduced the Great Proletarian Cultural Revolution, under which students and professionals were sent to work and learn from countryside. 1965 മാവോ ഗ്രേറ്റ് പ്രോളിറ്റേറിയൻ കൾച്ചറൽ റവല്യൂഷൻ എന്ന് പറയുന്ന ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ഒരു സിസ്റ്റത്തിൽ സ്റ്റുഡൻസ്, പ്രൊഫഷണൽസ്, സ്റ്റുഡൻസും ജോലിക്കാരും എല്ലാം ഗ്രാമങ്ങളിൽ പോയി തൊഴിൽ ചെയ്യാൻ നിർബന്ധിതരായി. The present day fast industrial growth in China was the result of industrial reforms introduced in 1978. ഇപ്പോഴത്തെ ചൈനയിലെ ഫാസ്റ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന് കാരണം 1978 ഇൻഡസ്ട്രിയൽ റീഫോംസ് ആണ്. ചൈന ഇൻട്രൊഡ്യൂസ് റീഫോം ഇൻ ഫേസസ്. ചൈന റീഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഘട്ടം ഘട്ടമായിട്ടാണ്. ഇൻ ദി ഇനിഷ്യൽ സ്റ്റേജ് റീഫോംസ് വർ ഇനിഷ്യേറ്റഡ് ഇൻ അഗ്രികൾച്ചർ, ഫോറിൻ ട്രേഡ്, ഇൻവെസ്റ്റ്മെൻറ്റ് സെക്ടർ. ആദ്യത്തെ സ്റ്റേജിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയത് അഗ്രികൾച്ചറിലും ഫോറിൻ ട്രേഡിലും ഇൻവെസ്റ്റ്മെൻറ്റ് സെക്ടേഴ്സിലും ആണ്. തുടർന്ന് ലേറ്റർ ഫേസിൽ, പിന്നീടുള്ള ഘട്ടത്തിൽ റീഫോംസ് വർ ഇനിഷ്യേറ്റഡ് ഇൻ ദി ഇൻഡസ്ട്രിയൽ സെക്ടർ, അതായത് എൻ്റർപ്രൈസസ് ഓൺ ബൈ ദി ഗവൺമെൻറ്. അതായത് ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ വികസനത്തിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലാണ് പിന്നീട് റീഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ സ്റ്റേറ്റ് ഓൺ എൻ്റർപ്രൈസസ്, ഇന്ത്യയിൽ ഇത് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഈസ് ഡ്യുവൽ പ്രൈസിങ്. ദിസ് മീൻസ് ഫിക്സിംഗ് ദ പ്രൈസ് ഇൻ 2 ways. ഡ്യുവൽ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 2 രീതിയിലുള്ള വില നിർണ്ണയം. അപ്പോൾ ഫാർമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് വർ റിക്വയർഡ് ടു ബൈ ആൻഡ് സെൽ ഫിക്സഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓൺ ദ ബേസിസ് ഓഫ് പ്രൈസ് ഫിക്സഡ് ബൈ ദി ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്ന വില ഒരു വില, പിന്നെ മാർക്കറ്റ് പ്രൈസ് വില, അതാണ് 2 വില. അപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്ന വിലയിൽ ഫാർമേഴ്സിനും ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിനും ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻപുട്ട് വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യാം. ബാക്കിയുള്ളവർ മാർക്കറ്റ് പ്രൈസിൽ സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യണം. അപ്പോൾ ഇതാണ് ഡ്യുവൽ പ്രൈസിങ്. ടു അട്രാക്ട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ് വർ സെറ്റപ്പ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ് അവർ സെറ്റപ്പ് ചെയ്തു.
Next is Pakistan. Pakistan followed the mixed economy model with coexistence of public and private sectors. പാകിസ്ഥാൻ ഒരു മിക്സഡ് ഇക്കോണമി മോഡലാണ് തുടങ്ങിയത്. മിക്സഡ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സോഷ്യലിസ്റ്റ് ഇക്കോണമിയുടെയും ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെയും ക്യാരക്ടറിസ്റ്റിക്സ് ഒരുമിച്ച് വരുന്നതാണ്. പാകിസ്ഥാൻ ഇൻട്രൊഡ്യൂസ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. പാകിസ്ഥാൻ കൂടുതലായിട്ടും ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസി ആണ് അഡോപ്റ്റ് ചെയ്തത്. അതായത് ഇമ്പോർട്ട് ചെയ്യാതെ ആ സാധനങ്ങളെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നയമാണ് സ്വീകരിച്ചത്. ദിസ് പോളിസി കമ്പൈൻ ടാരിഫ് പ്രൊട്ടക്ഷൻ ഫോർ മാനുഫാക്ചറിങ് ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ടുഗദർ വിത്ത് ഡയറക്റ്റ് ഇമ്പോർട്ട് കൺട്രോൾ ഓൺ കോമ്പീറ്റിംഗ് ഇമ്പോർട്ട്സ്. അപ്പോൾ കൂടുതലും താരിഫ് പ്രൊട്ടക്ഷൻ പോളിസി, അതായത് പ്രൊട്ടക്ഷൻ പോളിസി ഫോർ മാനുഫാക്ചറിങ് ഓഫ് കൺസ്യൂമർ ഗുഡ്സ്, കൂടുതൽ ഇറക്കുമതിയെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ ടാരിഫ് പ്രൊട്ടക്ഷനും ആൻഡ് ഡയറക്റ്റ് ഇമ്പോർട്ട് കൺട്രോൾ മെഷേഴ്സൊക്കെ അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ രാജ്യത്ത് കൂടുതൽ എക്സ്പോർട്ടിനെ പ്രോത്സാഹിപ്പിക്കുകയും ഇമ്പോർട്ട് വളരെ കുറച്ചു മതി എന്നുള്ള ഒരു നയമാണ് പാകിസ്ഥാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇൻ പാകിസ്ഥാൻ നാഷണലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ് ടുക്ക് പ്ലേസ് ഇൻ 1970s. ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ദേശസാൽക്കരണം 1970s പാകിസ്ഥാൻ ആരംഭിച്ചത്. ഇൻ 1988 ഇൻഡസ്ട്രിയൽ റീഫോംസ് വർ ഇനിഷ്യേറ്റഡ് ഇൻ ദ കൺട്രി. 1988 ഇൻഡസ്ട്രിയൽ റീഫോംസ് 1988 ഇൻഡസ്ട്രിയൽ റീഫോംസ് വർ സ്റ്റാർട്ടഡ് ഇൻ ദ കൺട്രി വിച്ച് ലീഡ് ടു എ ഫേവറബിൾ ക്ലൈമറ്റ് ഫോർ ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റീഫോംസ് തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഫേവറബിൾ ക്ലൈമറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. നെക്സ്റ്റ് ഇസ് ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ്. ഇന്ത്യയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് 441, ചൈന 146, പാകിസ്ഥാൻ 245. അപ്പോൾ ഇതിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതൽ ഇന്ത്യയിലാണ്. സെക്സ് റേഷ്യോ 2015 ഇന്ത്യയിൽ 929 ആയിരുന്നു, ചൈനയിൽ 941, പാകിസ്ഥാൻ 947. അപ്പോൾ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് കൂടുതൽ പാകിസ്ഥാനിലാണ്. നെക്സ്റ്റ് ഈസ് അർബനൈസേഷൻ. 2015 കണക്കനുസരിച്ച് ഇന്ത്യയിലെ അർബനൈസേഷൻ ഇന്ത്യ 33, ചൈന 56, പാകിസ്ഥാൻ 39. വെൻ കമ്പയർഡ് ടു ഇന്ത്യ, ചൈനാസ് ഡെൻസിറ്റി ഈസ് ദ ലോവസ്റ്റ്. അപ്പോൾ ഡെൻസിറ്റി ചൈനയിലാണ് ഏറ്റവും കുറവ്, പോപ്പുലേഷൻ ഡെൻസിറ്റി. പോപ്പുലേഷൻ ഗ്രോത്ത് ഈസ് ഹയസ്റ്റ് ഇൻ പാകിസ്ഥാൻ. പോപ്പുലേഷൻ ഗ്രോത്ത് കൂടുതൽ പാകിസ്ഥാനിലാണ്. One child norm introduced the China in the late 1970s as the major reason for the low population growth. This measures led to a decline in the sex ratio. അപ്പോൾ ഒരു കുട്ടി എന്ന് പറയുന്ന നയം അത് ചൈനയിലെ പോപ്പുലേഷൻ ഗ്രോത്ത് കുറയാനായിട്ട് ഒരു വഴി ആയി. ദിസ് മെഷേഴ്സ് ലെഡ് ടു, അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് സെക്സ് റേഷ്യോ ഡിക്ലൈൻ ചെയ്തു. അപ്പോൾ സെക്സ് റേഷ്യോ നോക്കുകയാണെങ്കിൽ ചൈന 941 ആണ്. The fertility rate is low in China and very high in Pakistan. പാകിസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ സെക്സ് റേഷ്യോ. അപ്പോൾ ഫെർട്ടിലിറ്റി റേറ്റ് ഏറ്റവും കൂടുതൽ പാകിസ്ഥാനിലാണ്. അർബനൈസേഷൻ ഈസ് ഹൈ ഇൻ ചൈന. ചൈനയിൽ അർബനൈസേഷൻ 56 ആണ്. അർബനൈസേഷൻ ഇന്ത്യയിൽ നഗരവൽക്കരണം ഇന്ത്യയിൽ 33, പാകിസ്ഥാനിൽ 39. നെക്സ്റ്റ് ഈസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആൻഡ് സെക്ടേഴ്സ്. China has a second largest GDP of 19.8 trillion. India's GDP is 8.07 trillion. Pakistan GDP 0.94 trillion. India's GDP is about 40% of China's GDP. അപ്പോൾ ചൈന has the second largest GDP. ചൈനയുടെ ഡൊമസ്റ്റിക് സെക്ടേഴ്സും ഇക്കണോമിക് സെക്ടേഴ്സ് എല്ലാം ഈ മറ്റ് രണ്ട് രാജ്യങ്ങളെ അപേക്ഷിച്ച് ലാർജസ്റ്റ് ആണ്. ചൈനയിൽ 19.8 ട്രില്യൺ ആണ് GDP ഗ്രോത്ത് റേറ്റ്. ഇന്ത്യയിൽ ആ സ്ഥാനത്ത് 8.7 ട്രില്യനും പാകിസ്ഥാനിൽ 0.94 ട്രില്യനും ആണ്. ചൈന വാസ് ഏബിൾ ടു മെയിൻറ്റെയിൻ നിയർ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത്.
ചൈനയിൽ എപ്പോഴും ഡബിൾ ഇരട്ടി ഗ്രോത്ത് റേറ്റ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. Political instability over a long period was the reason behind the low rate of GDP of Pakistan. പാകിസ്ഥാൻ്റെ രാജ്യത്തിൻ്റെ അകത്തെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയാണ് അവിടുത്തെ GDP, പാകിസ്ഥാൻ്റെ GDP ഗ്രോത്ത് റേറ്റ് കുറയാനുള്ള കാരണം. ഇൻ ചൈന, ഡ്യൂ ടു ടോപ്പോഗ്രഫിക്കൽ ആൻഡ് ക്ലൈമാറ്റിക് കണ്ടീഷൻ, ദ ഏരിയ സ്യൂട്ടബിൾ ഫോർ കൾട്ടിവേഷൻ ഈസ് റിലേറ്റീവ്ലി സ്മോൾ. ഗവൺമെൻറ് എൻകറേജ് പീപ്പിൾ ടു ലീവ് ദർ ഫീൽഡ് ആൻഡ് ഫോളോ അതർ ആക്ടിവിറ്റീസ് സച്ച് എസ് ഹാൻഡിക്രാഫ്റ്റ്, കൊമേഴ്സ്, ട്രാൻസ്പോർട്ട് എക്സെട്ര. ഇപ്പോൾ ചൈനയിലെ ക്ലൈമാറ്റിക് കണ്ടീഷനും ഭൂമിശാസ്ത്രപരമായ കാരണങ്ങൾ കൊണ്ടൊക്കെ അവിടെ കാർഷിക കൃഷി ചെയ്ത് ലാഭം ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ആളുകളെ കൂടുതൽ കൊമേഴ്സ്, ട്രാൻസ്പോർട്ട്, ഹാൻഡിക്രാഫ്റ്റ് മേഖലയിലേക്ക് തിരിയാൻ ആയിട്ടാണ് എൻകറേജ് ചെയ്യുന്നത്. ഇൻ ബോത്ത് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ contribution of agriculture to GDP was 17 and 25% respectively. ഇപ്പോൾ ഇന്ത്യയിലെ പാകിസ്ഥാൻ അഗ്രികൾച്ചറിലെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 17ഉം 25%ഉം ആണ്. അപ്പോൾ ഇന്ത്യ 17%, പാകിസ്ഥാൻ 25%. ഇൻ ചൈന, മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് സെക്ടർ contribute the highest to GDP at 43 and 48%. ഇപ്പോൾ ചൈനയിൽ മാനുഫാക്ചറിങ് സർവീസ് സെക്ടറാണ് 48% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് റെസ്പെക്റ്റീവ്ലി. വേറസ് ഇൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഇറ്റ് ഈസ് ദ സർവീസ് സെക്ടർ വിച്ച് കോൺട്രിബ്യൂട്ട് ദ ഹയസ്റ്റ് ബൈ മോർ ദാൻ 50% ഓഫ് GDP. ചൈനയിൽ 48% മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് സെക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ പാകിസ്ഥാനിലും ഇന്ത്യയിലും 50% കൂടുതൽ സർവീസ് സെക്ടറാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. China's growth is mainly contributed by the manufacturing and service sectors and India's growth by service sector. അപ്പോൾ ചൈനയുടെ ഗ്രോത്തിലേക്ക് മെയിനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് സെക്ടറും, ഇന്ത്യയിലെ ഗ്രോത്ത് കൂടുതൽ സർവീസ് സെക്ടറിൽ നിന്നും ആണ്. ഇനി ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, ഇൻകം ഇൻഡിക്കേറ്റർ, ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്, ലിബർട്ടി ഇൻഡിക്കേറ്റേഴ്സ്. ഇൻകം ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ GDP പെർ ക്യാപിറ്റ ഓർ പ്രൊപ്പോർഷണൽ പോപ്പുലേഷൻ ബിലോ പോവർട്ടി ലൈൻ. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മൊർട്ടാലിറ്റി റേറ്റ്, ആക്സസ് ടു സാനിറ്റേഷൻ, ലിറ്ററസി, ലൈഫ് എക്സ്പെക്റ്റൻസി. ലിബർട്ടി ഇൻഡിക്കേറ്റേഴ്സ് ഡെമോക്രാറ്റിക് പാർട്ട്ണർഷിപ്പ് ഇൻ സോഷ്യൽ പൊളിറ്റിക്കൽ ഡിസിഷൻ മേക്കിംഗ്, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ ഗിവൺ ടു റൈറ്റ് ഓഫ് സിറ്റിസൻസ് എക്സെട്ര. ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത് ഇന്ത്യയിൽ 68.3, ചൈന 76, പാകിസ്ഥാൻ 66.4. ഇപ്പോൾ ഇതിൽ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതൽ ചൈനയിലാണ് 76. ഇൻഫൻറ്റ് മൊർട്ടാലിറ്റി റേറ്റ് പെർ 1000 ലീവ് ബർത്ത് ഇന്ത്യയിൽ 38, ചൈനയിൽ 9, പാകിസ്ഥാനിൽ 66. അപ്പോൾ ഇൻഫൻറ്റ് മൊർട്ടാലിറ്റി റേറ്റ് ഏറ്റവും കുറവ് ചൈനയിലാണ്, പാകിസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ. ഇന്ത്യയിൽ അത് 38 ആണ്. റാങ്ക് ബേസ്ഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് HDI, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ ചൈന 91, ഇന്ത്യ 131, പാകിസ്ഥാൻ 148 സ്ഥാനത്തും ആണ്. മെറ്റേണൽ മൊർട്ടാലിറ്റി റേറ്റ് പെർ 1 lakh ബർത്ത് ഇന്ത്യയിൽ 174, ചൈനയിൽ 27, പാകിസ്ഥാനിൽ 178 മെറ്റേണൽ മൊർട്ടാലിറ്റി റേറ്റ്. പ്രസവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള മരണങ്ങൾ ചൈനയിൽ 27 വരുന്നുള്ളൂ. ആ സ്ഥാനത്ത് ഇന്ത്യയിൽ 174, പാകിസ്ഥാനിൽ 178. പാകിസ്ഥാൻ ഈസ് ഹെഡ് ഓഫ് ഇന്ത്യ ഇൻ റെഡ്യൂസിങ് പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ ബിലോ ദി പോവർട്ടി ലൈൻ ആൻഡ് ഓൾസോ ഇറ്റ്സ് പെർഫോമൻസ് ഇൻ സാനിറ്റേഷൻ. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയേക്കാൾ 2 കാര്യങ്ങളിൽ മുന്നിലാണ്. ഒന്ന് സാനിറ്റേഷൻ, പെർഫോമൻസ് ഇൻ സാനിറ്റേഷൻ, പിന്നെ റിഡക്ഷൻ ഓഫ് പ്രപ്പോർഷൻ ഓഫ് പീപ്പിൾ ബിലോ ദി പോവർട്ടി ലൈൻ. അവിടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകളുടെ എണ്ണവും ഇന്ത്യയിനേക്കാൾ കുറവാണ്. ഇൻ ചൈന ഫോർ 1 lakh birth only 27 women dies, whereas in India and Pakistan about 178 and 174 women die respectively.
Public intervention in providing social infrastructure, even prior to reform, has brought about positive result in human development indicators in China. അപ്പോൾ പബ്ലിക് ഇൻ്റർവെൻഷൻ ഇൻ പ്രൊവൈഡിങ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഈവൻ പ്രയർ ടു റീഫോം ഹാസ് ബോട്ട് അബൌട്ട് പോസിറ്റീവ് റിസൾട്ട്. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ ചൈന 91 സ്ഥാനത്തും ഇന്ത്യ 131 സ്ഥാനത്തും പാകിസ്ഥാൻ 148 സ്ഥാനത്തും ആണ്. Next is development strategies and appraisal. The reforms were initiated in China in 1978. ചൈനയിൽ റീഫോം സ്റ്റാർട്ട് ചെയ്തത് 1978 പാകിസ്ഥാനിൽ 1988 പാകിസ്ഥാനിൽ 1988 ഇന്ത്യയിൽ 1991 ന്യൂ ഇക്കണോമിക് റീഫോംസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലാണ് ഏറ്റവും താമസിച്ച് ഇക്കണോമിക് റീഫോംസ് വന്നത്. ചൈന ഡിഡ് നോട്ട് ഹാവ് എനി കമ്പൽഷൻ ടു ഇൻട്രൊഡ്യൂസ് റീഫോം as dictated by the World Bank and International Monetary Fund to Pakistan and India. ഇന്ത്യയിൽ ഈ പറയുന്ന മോണിറ്ററി റീഫോംസ് ഒരു ഭയങ്കരമായ ഇക്കണോമിക് ക്രൈസിസ് വന്നപ്പോൾ വേൾഡ് ബാങ്ക് IMFൻ്റെയൊക്കെ നിർദ്ദേശം അനുസരിച്ച് ആണ് ന്യൂ ഇക്കണോമിക് പോളിസി തുടങ്ങിയത്. പക്ഷേ ചൈനയ്ക്ക് അതുപോലുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ദ ന്യൂ ലീഡർഷിപ്പ് അറ്റ് ദി ടൈം ഇൻ ചൈന വാസ് നോട്ട് ഹാപ്പി with the slow phase of growth and lack of modernization in the Chinese economy under the Maoist rule. They felt that Maoist vision of economic development based on decentralization, self-sufficiency and shunning of foreign technology, goods and capital had failed. അപ്പോൾ ചൈനയിൽ ന്യൂ ഇക്കണോമിക് റീഫോംസ് വരുത്താനുള്ള കാരണം എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റ് കുറവായതുകൊണ്ടും മോഡേണൈസേഷൻ കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ടും മാവോയിസ്റ്റ് റൂളിൻ്റെ ശൈലി അതൊരു പരാജയമായിരുന്നത് കൊണ്ടുമാണ് ചൈനയിൽ ഈ പറയുന്ന ന്യൂ ഇക്കണോമിക് പോളിസി നടപ്പാക്കിയത്. ഇൻ ചൈന എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ in the area of education, health, land reforms, long existence of decentralization, planning and existence of small enterprises helped positively in improving the social and income indicators in the post-reform period. ചൈനയിൽ ഇൻഫ്രാസ്ട്രക്ചർ എസ്റ്റാബ്ലിഷ് ചെയ്തു, വിദ്യാഭ്യാസം, ആരോഗ്യം, ലാൻഡ് റീഫോംസ്, ലോങ് എക്സിസ്റ്റൻസ് ഓഫ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് സ്മോൾ എൻ്റർപ്രൈസസ് helped positively in improving social and income indicators in the post-reform period. ഇപ്പോൾ പോസ്റ്റ് റീഫോം പീരീഡിൽ ഈ പറയുന്ന എല്ലാ മേഖലകളിലും ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ആണ് കാണിക്കുന്നത്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ദ ഏരിയ ഓഫ് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ലാൻഡ് റീഫോം, ലോങ് എക്സിസ്റ്റൻസ് ഓഫ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് സ്മോൾ എൻ്റർപ്രൈസസ് ഹെൽപ്ഡ് positively in improving the social income indicators in the post-reform period. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഈ മേഖലകളിലെല്ലാം വളർച്ചയ്ക്ക് സഹായിച്ചു. Experts point out that in China, each reform measure was first implemented at a smallest level and then extended on a massive level. എക്സ്പേർട്സ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് ചൈനയിൽ ആദ്യം ഈ റീഫോംസ് എല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്തത് അവർ ചെറിയ തലത്തിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കി, എന്നിട്ടത് സക്സസ് ആയാൽ മാത്രം മൊത്തത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്തു. ആ റീഫോംസ് എക്സ്റ്റെൻഡ് ചെയ്തു മൊത്തത്തിൽ. ഇൻ പാകിസ്ഥാൻ, സ്കോളേഴ്സ് ആർഗ്യൂഡ് ദാറ്റ് റീഫോം പ്രോസസ് ലെഡ് ടു worsening of all the economic indicators. It was very clear that compared to 1980s, the growth rate of GDP and its sectorial constituents have failed in the 1990s. പാകിസ്ഥാനിലെ സ്കോളേഴ്സ് ആർഗ്യൂ ചെയ്യുന്നത് റീഫോം പ്രോസസ് ലെഡ് ടു വേഴ്സണിങ് ഓഫ് ഓൾ ദി ഇക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ്. റീഫോം പ്രോസസ്സ് എല്ലാ ഇക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സും മോശമാക്കാനാണ് സഹായിച്ചത്. It was very clear that compared to 1980s, 1980 കമ്പയർ ചെയ്യുമ്പോൾ the growth rate of GDP and its sectorial constituents have fallen. അതായത്
റീഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും 1980 മോശമായിട്ടുള്ള ഒരവസ്ഥയാണ് 1990 പാകിസ്ഥാനിൽ നേരിട്ടത്. അപ്പോൾ റീഫോംസ് പാകിസ്ഥാനിൽ കാര്യമായിട്ട് ഒരു പ്രയോജനം കിട്ടിയില്ല എന്നാണ് സ്കോളേഴ്സ് പറയുന്നത്. The reason for the slowdown growth and re-emergence of poverty in Pakistan economy was that agriculture growth and food supply situation were based not on an industrialized process of technical change but on good harvest. When there was a good harvest, the economy was in good condition. When it was not, economic indicators show stagnation or negative trend. ഇപ്പോൾ പാകിസ്ഥാനിൽ ഈ പറയുന്ന ഇക്കണോമിക് സ്ലോ ഡൗണിന് കാരണം ഗുഡ് ഹാർവസ്റ്റ് ആണെങ്കിൽ ഇക്കോണമി ഗുഡ് കണ്ടീഷനിലായിരിക്കും. വെൻ ഇറ്റ് വാസ് നോട്ട്, അപ്പോൾ ഗുഡ് ഹാർവസ്റ്റ് അല്ലെങ്കിൽ ഇക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് സ്റ്റാഗ്നേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു വളർച്ച മുരടിച്ച് നിൽക്കുന്ന അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ പാകിസ്ഥാൻ ഇക്കോണമി വാസ് ദാറ്റ് അഗ്രികൾച്ചർ ഗ്രോത്ത് ആൻഡ് ഫുഡ് സപ്ലൈ സിറ്റുവേഷൻ were based not on industrialized process of technical change. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയലൈസ്ഡ് പ്രോസസ്സിലേക്ക് വരാത്തത് കൊണ്ടാണ് പാകിസ്ഥാനിൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു GDP താഴ്ന്ന ഒരു ഇതിലേക്ക് വന്നത്. ഡ്യൂറിങ് ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് പാകിസ്ഥാൻ ഹാസ് റിക്കവേർഡ് ഇറ്റ്സ് ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഹാസ് ബീൻ സസ്റ്റൈനിങ്. കുറച്ച് വർഷങ്ങളായിട്ട് പാകിസ്ഥാൻ ഇക്കണോമിക് ഗ്രോത്ത് മുമ്പത്തേതിനേക്കാൾ കൂടുതൽ കൈവരിച്ചത് നിലനിർത്തുന്നു. അഗ്രികൾച്ചർ റെക്കോർഡഡ് ഗ്രോത്ത് റേറ്റ് ഫാർ ഫ്രം സാറ്റിസ്ഫാക്ടറി ലെവലിനേക്കാൾ കൂടുതൽ അഗ്രികൾച്ചർ ഗ്രോത്ത് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റി. സാറ്റിസ്ഫാക്ടറി ലെവൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടർ ഗ്രൂ അറ്റ് 6.8 and 5.7% റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇൻഡസ്ട്രിയൽ സർവീസ് സെക്ടറും 6.8, 5.7% വളർച്ച കൈവരിക്കാനായിട്ട് സഹായിച്ചു.